ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ അന്ത്യദിനത്തിൽ നൽകാനിരിക്കുന്ന ഉയർപ്പിന്റെ ഒരു മുൻകൂർ അനുഭവം ഇപ്പോൾ തന്നെ ഈ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകുന്നു. അങ്ങനെ നമ്മുടെ മർത്യ ശരീരത്തെ രൂപാന്തരപ്പെടുത്തി നമ്മുടെ ആത്മാവിനെ, ശരീരത്തെയും മനസ്സിനെയും പുതിയ സൃഷ്ടിയാക്കി മാറ്റും. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതാണ് വെള്ളം വീഞ്ഞാക്കിയതിൻ്റെ അർത്ഥവും. നമ്മുടെ ജീവിതം പുതിയ സൃഷ്ടിയായാൽ മാത്രമേ നമ്മൾ ഈ ദൈവനീതിയുടെ അനുഭവത്തിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നുള്ളൂ. ആ പുതിയ സൃഷ്ടി ആകുന്നതിനെയാണ് ഈശോ മറ്റൊരുത്തിൽ പറഞ്ഞത്, പഴയ തോൽക്കുടം മാറണം. നമ്മൾ പുതിയ തോൽക്കുടത്തിലെ പുതിയ വീഞ്ഞ് എടുക്കാൻ പറ്റുള്ളൂ. പുതിയ വസ്ത്രം കിട്ടിയാൽ അതിൽ നിന്നും ഒരു കഷ്ണം കീറി പഴയതിൽ ഏച്ചു കെട്ടരുത്. പുതിയ വസ്ത്രം കിട്ടിയാൽ പഴയത് മാറ്റി പുതിയത് ഉടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ബോധ്യത്തോടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. വേഗം ഭക്ഷണം കഴിച്ച് വരിക. 15-20 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിച്ച് വരണം.